ഹായ് ഹലോ വെൽക്കം ടു ഇംഗ്ലീഷ് ബിബ്ലിയോതേക്ക. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എമിലി ഡിക്കിൻസൻ്റെ സക്സസ് എന്നുള്ള പോമാണ്. എമിലി ഡിക്കിൻസൺ ഒരു അമേരിക്കൻ റൈറ്ററാണ്. അവരുടെ ജീവിതകാലത്തിൽ നമുക്ക് അറിയപ്പെടാത്തൊരു സ്ത്രീയായിരുന്നു എമിലി ഡിക്കിൻസൺ. അവരുടെ മരണത്തിന് ശേഷമാണ് അവരുടെ മെജോറിറ്റി ഓഫ് പോംസും പബ്ലിഷ് ചെയ്യപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ലൈഫായിരുന്നു അവർക്കുണ്ടായിരുന്നത്. കൂടുതലായിട്ട് ബെഡ്റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു എമിലി ഡിക്കിൻസൺ. കൂടുതൽ ഫ്രണ്ട്സൊന്നും ഉണ്ടായിരുന്നില്ല, ഐസൊലേറ്റഡ് ആയിരുന്നു എപ്പോഴും. അതുപോലെ അവരുടെ മരണത്തിന് ശേഷം ആയതുകൊണ്ട് തന്നെ അവർ പോം അല്ലെങ്കിൽ ഈ ഒരു റൈറ്റിംഗ് എന്നുള്ളത് അവരൊരു ഐസൊലേഷൻ ലൈഫിൽ അവർ എന്താ പറയുക, ഒരു റിലാക്സേഷന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒന്നായിരുന്നു ഈ റൈറ്റിംഗ് എന്നുള്ളത് തോന്നുന്നു. കാരണം അവരുടെ പോംസിനൊന്നും ടൈറ്റിലില്ല, നമ്മളായിട്ട് കൊടുത്ത ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് ഫ്രേസോ അല്ലെങ്കിൽ ആ ഒരു വേർഡോ മറ്റൊക്കെയാണ് അവരുടെ പോമത്തിൻ്റെ ഫസ്റ്റ് ടൈറ്റിലായിട്ട് നമ്മൾ ഉപയോഗിക്കാം. ഇവിടെ അതുപോലെ തന്നെ അവരുടെ പോകത്തിൻ്റെ ഫസ്റ്റ് ലൈനിലുള്ള ഫസ്റ്റ് വേർഡ് ദാറ്റ് ഇസ് സക്സസ്, അതാണ് ഇവിടുത്തെ ടൈറ്റിൽ. ഈ ഒരു ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ ഈ ഒരു പോകത്തിൽ ഈ സക്സസിൻ്റെ ഫീലിംഗ് ഓഫ് സക്സസ്, ദ എക്സ്റ്റസി ഓഫ് സക്സസ്, അതെങ്ങനെയാണ്, ആർക്കാണ് അത് അനുഭവിക്കാൻ കഴിയുക, ഏത് സമയത്താണ് അനുഭവിക്കാൻ കഴിയുക എന്നൊക്കെയാണ് ഈ ഒരു ചെറിയൊരു പോകത്തിലൂടെ അവർ പറയുന്നത്. വളരെ കുറച്ച് ലൈൻസ് മാത്രമേ ഉള്ളുവെങ്കിൽ കൂടി അതിൻ്റെ ആ ഒരു ഇൻഡെപ്തായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ നമ്മൾ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു പോം നോക്കാം. ഫസ്റ്റ് ലൈൻ, സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹു നെവർ സക്സീഡ്. ഈ ഒരു പോത്തിൻ്റെ മൊത്തം എസൻസും മൊത്തം സത്തയും അടങ്ങിയിട്ടുള്ള ഈ ഒരു ഫസ്റ്റ് 2 ലൈൻസ്. സക്സസ് ഈസ് കൗണ്ടഡ് സ്വീറ്റസ്റ്റ് ബൈ ദോസ് ഹൂ നെവർ സക്സീഡ്. ജീവിതത്തിൽ ഒരിക്കലും ജയിക്കാത്തവർക്ക്, തോൽവികൾ മാത്രം ഫേസ് ചെയ്യുന്നവർക്കാണ് കൂടുതലായിട്ട് സക്സസിൻ്റെ മാധുര്യം അറിയാൻ കഴിയുക. അല്ലാത്തവർക്ക് എപ്പോഴും ജയം മാത്രം ഫേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവർ ജയിക്കുന്നതിൻ്റെ മാധുര്യം അറിയാൻ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, യോധ എന്നുള്ള സിനിമയിൽ അപ്പുക്കുട്ടൻ കണ്ടിട്ടില്ലേ? ഏതൊരു മത്സരം എടുക്കുമ്പോഴും എപ്പോഴും ആളെന്താണ്, തോൽക്കുകയാണ്. ഏതെങ്കിലും ഒരു മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ജയത്തിൻ്റെ മാധുര്യം മോഹൻലാൽ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർക്കുണ്ടായിരിക്കും? നമ്മുടെ ജഗതിക്ക് ഉണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. സോ ദെൻ നെക്സ്റ്റ്, ഇതിൽ കുറേ ഇമേജസ് തന്നിട്ടുണ്ട്. ആ ഇമേജസിലൂടെയാണ് ആ ഒരു ഫീലിങ്സ് നമ്മളുടെ റീഡേഴ്സിൻ്റെയിലേക്ക് എത്തിക്കാൻ എമിലി ശ്രമിക്കുന്നത്. ഫസ്റ്റ് ഇമേജ് ഇതായിരുന്നു. ഫസ്റ്റ് അവർ ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളെ ഉന്തിത്തള്ളി അങ്ങോട്ട് എത്തിച്ച് വിടുകയാണ്. സക്സസ് എന്നുള്ളത് എപ്പോഴും ജയം എന്തെന്ന് അറിയാത്ത ആൾക്ക് മാത്രമേ അതിൻ്റെ മാധുര്യം അറിയാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു. ദെൻ നെക്സ്റ്റ്, ടു കോംപ്രിഹെൻഡ് എ നെക്ടർ റിക്വയേഴ്സ് ദ സോറസ്റ്റ് നീഡ്. നമ്മളിപ്പോൾ ഒരു ഹണി ബീയുടെ കേസ് എടുക്കുകയാണ് വിചാരിക്കുക. അതിൽ ആ ഒരു ഹണി ബീക്ക് നെക്ടറുണ്ട്, ഒരു തേനിൻ്റെ മാധുര്യം അറിയണമെങ്കിൽ അതിന് എന്തുണ്ടായിരിക്കണം? ദാറ്റ് മച്ച് നീഡ് ഉണ്ടായിരിക്കണം, സോറസ്റ്റ് നീഡ് ഉണ്ടായിരിക്കണം. നമ്മൾ കേട്ടില്ലേ സോർ ത്രോട്ട് എന്നൊക്കെ, വറ്റി വരണ്ട തൊണ്ട എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ദാഹിച്ച് വരേണ്ട തൊണ്ടേനെ പറയുക ഈ സോറസ്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഹണി ബീക്ക് നല്ല ദാഹവും നല്ല വിശപ്പും ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ആ ഒരു നെക്ടറിൻ്റെ ആ ഒരു ടേസ്റ്റിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. ആഫ്റ്റർ ഫുൾഫില്ലിങ് ഹെർ തേഴ്സ്റ്റ് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ അവൾക്ക് എന്ത് നഷ്ടപ്പെടും? ഷി വിൽ ലോസ്റ്റ് ഹെർ എബിലിറ്റി ടു അപ്രീഷിയേറ്റ്. എന്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ? അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഓഫ് ദ നെക്ടർ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നഷ്ടപ്പെടും എന്ന് പറയുന്നു. അപ്പോൾ ഫസ്റ്റ് ഇമേജ് നിങ്ങൾക്ക് കിട്ടി. ദെൻ സെക്കൻഡ് വൺ, നോട്ട് വൺ ഓഫ് ഓൾ ദ പേർപ്പിൾ ഹോസ്റ്റ് ഹൂ ടുക്ക് ദ ഫ്ലാഗ് ടു ഡേ. ഇവിടെ പറയുന്നു, ക്യാൻ ടെൽ ദ ഡെഫിനിഷൻ സോ പ്ലെയിൻ ഓഫ് വിക്ടറി ആസ് ഹി ഡിഫീറ്റഡ് ഡൈയിങ് ഓൺ ദോസ് ഓൺ ഹൂസ് ഫോർബിഡൻ ഇയർ ദ ഡിസ്റ്റൻറ്റ് സ്ട്രീംസ് ഓഫ് ട്രയംഫ് ബ്രേക്ക് അഗനൈസിങ് ക്ലിയർ. ഇവിടെ പറയുന്നത് നോട്ട് വൺ ഓഫ് ഓൾ ദ പേർപ്പിൾ ഹോസ്റ്റ് ഹൂ ടുക്ക് ദ ഫ്ലാഗ് ടു ഡേ. ഇവിടെ പറയുന്നത് ഇനിയിപ്പോൾ നേരെ ഇങ്ങോട്ട് നമ്മൾ ഹണി ബീ ഒക്കെ കണ്ടു. ഹണി ബീനെയൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ എമിലി ഡിക്കിൻസൺ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ബാറ്റിൽ ഫീൽഡിലേക്കാണ്. മഹാഭാരത യുദ്ധമൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ ആ യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും 2 സൈഡ് ഉണ്ടായിരിക്കും. ഒരു ഡിഫീറ്റഡ് സൈഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു വിന്നേഴ്സിൻ്റെ സൈഡും ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ പറയുന്നത് പർപ്പിൾ ഹോസ്റ്റ്. ഇവിടെ പറയുന്നത് പർപ്പിൾ എന്ന് പറയുന്ന കളർ എപ്പോഴും ഓൾവേസ് റിലേറ്റഡ് ടു റോയാലിറ്റി, ഒരു സ്ട്രെങ്ത്തിനെയൊക്കെ കാണിക്കുന്ന കളറാണ് പർപ്പിൾ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പർപ്പിൾ ഹോസ്റ്റ് ആരാണോ ഇപ്പോൾ അവരുടെ ഫ്ലാഗ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത്, ദാറ്റ് മീൻസ് ദ വിന്നിങ് സൈഡ്. ആരാണോ വിജയശ്രീ ലാളിതരായി നിൽക്കുന്നത് അവർക്കുണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടാവുമല്ലോ, അവർ ആഹ്ലാദഭരിതരായിട്ട് നിൽക്കുകയായിരിക്കുമല്ലോ. ആ ഒരു സന്തോഷം, ആ സന്തോഷത്തിൻ്റെ ഫീലിംഗ് അറിയണമെങ്കിൽ അവരെക്കാൾ കൂടുതൽ അറിയുന്നത് ആർക്കാണെന്നറിയോ? ഇവിടെ താഴെ കിടക്കുന്ന as he defeated dying on whose forbidden ear the distant strains of triumph break agonizing clear.
അവിടെ മരിക്കാൻ വേണ്ടി കിടക്കുന്ന ഒരു കാലാൾപ്പടയിലുള്ള ഒരു പോരാളിക്കാണ് ഇവർ ഈ മുഴക്കുന്ന ഈ ആരവത്തിൻ്റെ ഈ ഒരു സന്തോഷത്തിൻ്റെ മാറ്റിൽ അവൻ്റെ ചെവിയിലേക്ക് മുഴങ്ങുമ്പോൾ തോറ്റ് മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അതർ സൈഡ്, അതിലുള്ള ഓരോ സൈനികനും മരിക്കാൻ വേണ്ടി കിടക്കുന്ന അവർക്കാണ് എന്താണ് ആ ഒരു വിജയത്തിൻ്റെ മാധുര്യമെന്ന് ഇവരെക്കാൾ കൂടുതൽ അറിയാൻ കഴിയാമെന്നാണ് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു സക്സസ്സിൻ്റെ മാധുര്യത്തിനെ പറ്റി എമിലി ഡിക്കിൻസൺ പറയുന്നത്. ഞാൻ പറഞ്ഞു, വളരെ കുറച്ച് ലൈൻസ് മാത്രം, വളരെ കുറച്ച് കോൺസെപ്റ്റ് മാത്രം, കുറച്ച് ഐഡിയാസ് മാത്രം നമ്മളിലേക്ക് തന്ന് അതിനെ ആ ഒരു സത്തിനെ നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചു. എങ്ങനെയൊക്കെയാണ് എല്ലാ തരത്തിലുള്ള സെൻസറി ഇമേജസും അവരിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ആസ് ജോൺ കീറ്റ്സ് നമ്മൾക്ക് കേൾവി എന്നുള്ള ആ ഒരു ട്രയംഫ് അതെന്താണ്, അതായത് ഓഡിറ്ററി ഇമേജ്, അതൊരു നമുക്ക് ആ ഒരു സെൻസിനെ ഉണർത്തുന്ന രീതിയിൽ. അതുപോലെ പേർപ്പിൾ കളർ അതെന്താണ്, വിഷ്വൽ ഇമേജ്. അതുപോലെ തന്നെ നെക്ടാർ, ടേസ്റ്റ്, ഇങ്ങനെ എല്ലാ തരം സെൻസിനെയും ഉണർത്തിക്കൊണ്ട് വളരെ ചുരുക്കം ലൈൻസിൽ ഒതുക്കി ആ ഒരു സക്സസ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ, എന്താണ് ആ ഫീല് എന്നുള്ളതിനെ നമ്മളിലേക്ക് എത്തിക്കാൻ ആര് ശ്രമിച്ചിട്ടുണ്ട്, എമിലി ഡിക്കിൻസൺ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഒരുപാട് പോയറ്റിക് ഡിവൈസസ് ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. സോ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.